കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സവാള സ്ലൈസ് ചെയ്തത്, സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കുക കേട്ടോ. 2 ക്യാരറ്റ് അരിഞ്ഞെടുത്തതാണ്. ഉപ്പാവശ്യത്തിന്, 2 പച്ചമുളക് കട്ട് ചെയ്തത്. ക്യാരറ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇത് മുങ്ങി നിൽക്കണ വെള്ളം കേട്ടോ, കഷ്ണം മുങ്ങി നിൽക്കണ വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, കുരുമുളക് വളരെ കുറച്ച് മതി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തീ കുറച്ച് വയ്ക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ. തൈര് ചേർത്ത പിന്നെ തിളയ്ക്കാൻ പാടില്ല, ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കായം പൊടിയാണ്, വളരെ കുറച്ച് മതി. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.